ഞാനാണ് ആ റോൾ അഭിനയിച്ചിരുന്നെങ്കിലോ? ഇതോ അംഗം ചെറുവാലം വിടാത്ത കുട്ടികളെ കളിക്ക് കൊടുക്കാൻ കൂടുന്നതോ അംഗം പന്തിപ്പോയത് കണ്ടപ്പോഴേക്ക് പരിചയൊക്കെ വെച്ചുവെച്ചാണോ പഠിപ്പെങ്കിൽ അതിലെ മക്കളെ എങ്ങൾക്ക് ശേഷം എന്തില്ല കൈമല് കരിഞ്ചയുമായി തുടങ്ങി സൗഭദ്രെന്ന് തോന്നിക്കുന്ന പഴയ പുത്തൂരം വീട്ടിലടവോ അതോ പരിചക്ക് മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവോ? ചന്തുവിനെ തോപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കയ്യിലെ മക്കളെ. ചന്തുവിനെ തോപ്പിച്ചവരുണ്ട് പലരും പലവട്ടം. എന്തിന്? മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ ഫസ്റ്റിൽ എന്നെ തോൽപ്പിച്ച്, സ്നേഹം പങ്കുവെച്ചപ്പം കൈവരച്ച ഗുരുനാഥൻ സെക്കൻഡ് എന്നെ തോൽപ്പിച്ച്, പൊന്നിനും പണത്തിനൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പം ഞാൻ ലവ് പെണ്ണും എന്നെ തോൽപ്പിച്ചു. അവസാനം തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന് ഇനിയും ജീവിതം ബാക്കി. ആയിരം അവിടെ പോയിടാം കേളെ. ഇതാണ് അവര്. എങ്ങനെയുണ്ട് ബാലു? സംഭവം കൊള്ളാം. പക്ഷെ ചന്തു കീറി ഉണങ്ങിയതുപോലെ ഉണ്ട് സാറേ. അസൂയൊന്ന് പലതും പറയട്ടോ. ഒരു കണക്കിന് ജാഫർ സാറ് പറഞ്ഞത് നേരാ. ബാലഗോപാലൻ എന്തിനാ മറ്റുള്ളവരെ അനുകരിക്കാൻ പോകുന്നത്? അതവൻ ജാഫർ ഷെറീഫിനെ ചൂടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ. മലയാള സിനിമയിലെ ചില നടന്മാരുടെ പേര് കേൾക്കുന്നത് തന്നെ നമ്മുടെ പ്രിൻസിപ്പലിന് കലിയ. അത് പോട്ടെ, പ്രകാശിനെ സംവിധായകൻ അനുകരിക്കുന്നേ. കുറോസോവ, ഫെല്ലിനി, ബർട്ട്ലൂച്ചി, ആൽഫ്രഡ് ഹിച്ച്കോക്ക്, റിച്ചാർഡ് അറ്റൻബറോ. മലയാളത്തിൽ ആരെയും പിടിക്കൂലേ? ഈ പറഞ്ഞവരുടെ ചിത്രങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു ഖനം വരട്ടെ എന്ന് എഴുതി പറഞ്ഞതേ ഉള്ളൂ. ഒരു വീഡിയോ സഹാവേ, ഒരു തീപ്പെട്ടി എടുക്കാൻ. എന്നെ കൊണ്ട് കത്തി എടുപ്പിക്കരുത്. സഹാ ഉപദ്രവം ഉണ്ടാക്കാതെ പോ. സോറി, ഞാനൊരു സ്വർഗത്തിലെ കട്ടുറുമ്പാവണില്ല. പോട്ടെ. കണ്ടില്ലേ, ഇതിനകത്ത് മുഴുവൻ മിമിക്രിക്കാരാ. അഭിനയം പഠിക്കണമെന്ന് പറഞ്ഞപ്പോ കുസുമത്തിന്റെ വീട്ടുകാരെ എതിർത്തില്ലേ? അമ്മ എതിർത്തു. അച്ഛൻ ഇതിലൊക്കെ വലിയ താല്പര്യമാ. SLC കഴിഞ്ഞപ്പോ നൃത്തം പഠിക്കാൻ പോയത് തന്നെ അച്ഛന്റെ നിർബന്ധം കൊണ്ടാ. കുസുമത്തിലൊരു കലാകാരിയുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കുസുമത്തിന് സുഹാസിനിയുടെ ഒരു വിദൂര ഛായ ഉണ്ടെന്ന്. എന്തോ സുഹാസിനിയുടെ